ഹായ് ഓൾ, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ മറ്റൊരു സെക്ഷനാണ്, ഓട്ടോമോർഫിസം. എന്താണ് ഓട്ടോമോർഫിസം? ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ആൻ ഐസോമോർഫിസം ഫ്രം എ ഗ്രൂപ്പ് ജി ഓൺ ടു ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ആൻ ഓട്ടോമോർഫിസം ഓഫ് ജി. അതായത് നമ്മൾ ഐസോമോർഫിസം എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ഐസോമോർഫിസമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഓട്ടോമോർഫിസത്തിൻ്റെ ഡെഫിനിഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫങ്ഷൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസം, ഒരു ഗ്രൂപ്പിൽ നിന്നും അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലോട്ട് ഐസോമോർഫിസം നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അത് ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലോട്ടാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ട് തന്നെ ആകാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസമാണ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? The set of automorphisms of G is OUT G. അങ്ങനെയെങ്കിൽ സെറ്റ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓഫ് ജി, ജി എന്ന് പറയുന്ന ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ആ ജി ഉണ്ടല്ലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പിലെ സെറ്റ് ഓഫ് ഓട്ടോമോർഫിസംസ്, ഓട്ടോമോർഫിസത്തിൻ്റെ സെറ്റ്, ഓട്ടോമോർഫിസത്തിൻ്റെ കളക്ഷൻ, അതിനെയാണ് OUT G എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. which is equal to phi such that phi is from G to G. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസങ്ങളുടെ കളക്ഷനെയാണ് OUT G എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക ഓട്ടോമോർഫിസത്തിന്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തൊരു എക്സാമ്പിളാണ്. വി നോ ദാറ്റ് SL of 2R dot is isomorphic to SL of 2R dot. സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് മെട്രിക്സ് ആണ്, 2x2 മെട്രിക്സ് ആണ്. റിയൽ എൻട്രീസ്, അതിൻ്റെ പ്രത്യേകത ഡിറ്റർമിനൻറ്റ് 1 ആണ്. അങ്ങനെയുള്ള SL of 2R എന്ന് പറയുന്ന മെട്രിക്സ്, SL of 2R എന്ന് പറയുന്ന ആ സെയിം മെട്രിക്സിലോട്ട് തന്നെ, ആ സെയിം ഗ്രൂപ്പിലോട്ട് തന്നെ, SL of 2R എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ സെയിം ഗ്രൂപ്പിലോട്ട് തന്നെ ഐസോമോർഫിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. ഒരു ഗ്രൂപ്പ് അതേ ഗ്രൂപ്പിലോട്ട് തന്നെ ഐസോമോർഫിക് ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഐസോമോർഫിസം എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസമാണ് ഓഫ് എന്തിൻ്റെ? അത് SL of 2R എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ. ക്ലിയർ ആണല്ലോ? അടുത്തൊരു തിയറം നോക്കുക. OUT G ഈസ് എ ഗ്രൂപ്പ്. അതായത് സെറ്റ് ഓഫ് ഓട്ടോമോർഫിസം, സെറ്റ് ഓഫ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫോം ചെയ്യും എന്നാണ് തെളിയിക്കാനുള്ളത്. OUT G ഈസ് എ ഗ്രൂപ്പ്. ദ സെറ്റ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓഫ് എ ഗ്രൂപ്പ് ജി ഫോം എ ഗ്രൂപ്പ് അണ്ടർ ഫംഗ്ഷൻ കോമ്പോസിഷൻ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള സെറ്റ് ഓഫ് ഓട്ടോമോർഫിസംസ്, ഓട്ടോമോർഫിസത്തിൻ്റെ കളക്ഷൻ, ആ കളക്ഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്ന് തെളിയിക്കണം അണ്ടർ ദി ഓപ്പറേഷൻ ഫംഗ്ഷൻ കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്ന് തെളിയിക്കണം. അതിന് ആദ്യം പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് വേണ്ടത് OUT G എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തെഴുതണം. ഇതാണല്ലോ OUT G എന്ന് പറയുന്ന സെറ്റ്. ആ സെറ്റ് ആദ്യം ഒന്ന് എടുത്തെഴുതുക. ഞാൻ അവിടെ എഴുതിയിട്ടില്ല. OUT G ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഇനി നമുക്ക് ഗ്രൂപ്പ് ആണെന്നല്ലേ തെളിയിക്കാനുള്ളത് OUT G എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ആകണമെന്നുണ്ടെങ്കിൽ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി, മറ്റൊന്ന് അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ലാസ്റ്റ് ഇൻവേഴ്സ്. ഈ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ OUT G എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓഫ് ജി എന്ന് പറയുന്നത് ഗ്രൂപ്പാണെന്ന് പറയാം. അതിന് ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ തന്നിരിക്കുന്ന സെറ്റ്, ആ സെറ്റിൽ നിന്ന് 2 എലമെൻ്റ് എടുക്കുക, അവയുടെ പ്രോഡക്റ്റ് ആ സെറ്റിനകത്തുണ്ടായിരിക്കണം. ഇവിടെ ഓപ്പറേഷൻ കോമ്പോസിഷൻ ആണ്. അന്നേരം 2 എലമെൻറ്റ് OUT Gയിൽ നിന്ന് എടുക്കുന്നു, അവയുടെ കോമ്പോസിഷൻ OUT Gയിലുണ്ട് എന്ന് തെളിയിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഓട്ടോമോർഫിസം എന്ന് പറയുന്നതും ഒരു ഐസോമോർഫിസമാണ്. ശരിയല്ലേ? അതല്ലേ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പിൽ നിന്ന്, ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസത്തെയാണ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. അന്നേരം ഐസോമോർഫിസമാണ് ഓട്ടോമോർഫിസം. അന്നേരം ഓട്ടോമോർഫിസം എന്ന് പറയുന്നത് ഐസോമോർഫിസത്തിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് 1 ആയിരിക്കും, ON 2 ആയിരിക്കും, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. അത് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം. അതിന് ആദ്യം ഓട്ടോമോർഫിസം ജിയിൽ നിന്ന് 2 എലമെൻ്റ് എടുക്കുന്നു. ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഓട്ടോമോർഫിസം ഓഫ് ജിയിൽ നിന്ന് എടുക്കുന്നു. അതേപോലെ ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുന്നു. ആൽഫയും ബീറ്റയും ഓട്ടോമോർഫിസം ഓഫ് ജിയിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൽഫയും ബീറ്റയും 1 ആയിരിക്കും, ON 2 ആയിരിക്കും, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അത് വരുന്ന റിസൾട്ട് പ്രൂവ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഇതും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം ആൽഫയുടെയും ബീറ്റയുടെയും ഈ പറഞ്ഞ കണ്ടീഷൻസുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഓർത്തിരുന്നോണം. നമുക്ക് വേണ്ടത് ആൽഫയും ബീറ്റയും ഓട്ടോമോർഫിസം ജിയിൽ എലമെൻ്റ് ആണെങ്കിൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ഓഫ് ജി ആണെന്ന് തെളിയിക്കണം.
ഓട്ടോമോർഫിസം ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസം അല്ലേ? അങ്ങനെയെങ്കിൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ആകണം എന്നുണ്ടെങ്കിൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ജിയിൽ നിന്നും ജിയിലോട്ടുള്ള ഒരു ഐസോമോർഫിസം ആയിരിക്കണം. ശരിയല്ലേ? അങ്ങനെ ജിയിൽ നിന്നും അതേ ഗ്രൂപ്പിലോട്ടുള്ള ഐസോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോമോർഫിസമായി. ശരിയാണല്ലോ? അന്നേരം നമുക്ക് തെളിയിക്കാനുള്ളത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഐസോമോർഫിസം ആണെന്ന് തെളിയിക്കണം ഫ്രം ജി ടു ഇറ്റ് സെൽഫ്. ഓക്കെ, ഈ ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഐസോമോർഫിസം ആകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഏതൊരു ഫംഗ്ഷനും അത് ഐസോമോർഫിസം ആകണം എന്നുണ്ടെങ്കിൽ 1 ഓൺ ടു ഹോമോമോർഫിസം, ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ശരിയല്ലേ? ഇവിടെയും അത് തന്നെയാണ്. 1 ആണെന്ന് തെളിയിക്കണം, ഓൺ ടു ആണെന്ന് തെളിയിക്കണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് മാപ്പിംഗ് ആണ്. അത് ഓൾറെഡി നമുക്കറിയാം. മാപ്പ് ഡിഫൈൻസ് ഉണ്ട്. ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജിയിലോട്ടുള്ളൊരു മാപ്പാണ്. അതിവിടെ എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് 1 എന്താണെന്ന് പ്രൂവ് ചെയ്യണം. 1 എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ 1 എന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ ആൽഫ കോമ്പോസിഷൻ ബീറ്റയാണ്. അന്നേരം ടു പ്രൂവ് ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് x ഈക്വൽ ടു ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് y ഇംപ്ലൈസ് x ഈക്വൽ ടു y എന്ന് തെളിയിച്ചാൽ മതി. സപ്പോസ് അത് കൺസിഡർ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ്. ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് x ഈക്വൽ ടു ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് y. ദാറ്റ് ഇംപ്ലൈസ് കോമ്പോസിഷൻ്റെ ഓപ്പറേഷൻ നമുക്കറിയാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൽഫ ഓഫ് ബീറ്റ ഓഫ് എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ബീറ്റ ഓഫ് വൈ. ഓക്കെ, ഇതിപ്പം ഈ കിട്ടിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഓഫ് വൈ എന്നുള്ള ഫോമിലല്ലേ? ആൽഫ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ഓഫ് ജിയിൽ എലമെൻ്റ് ആണ്. അതുകൊണ്ട് ആൽഫ 1 ആണ്, ഓൺ ടു ആണ്, ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. ഓക്കെ, അന്നേരം ഇതിപ്പോൾ ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഓഫ് വൈ എന്നുള്ള ഫോമിലാണ്. അങ്ങനെയെങ്കിൽ 1 അനുസരിച്ച് ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഓഫ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതി കൂടെ? അന്നേരം ഇതിനെ ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ബീറ്റ ഓഫ് വൈ എന്ന് എഴുതി. കാര്യം ദിസ് ഈസ് ഓഫ് ദി ഫോം ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഓഫ് വൈ. ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ വൈ എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു വൈ. എക്സിന് വൈയുടെയും പ്ലസിൽ ഇവിടെ എന്താ കിടക്കുന്നത്? ബീറ്റ ഓഫ് എക്സും ബീറ്റ ഓഫ് വൈ. ദാറ്റ് പ്ലസ് ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ബീറ്റ ഓഫ് വൈ എന്ന് എഴുതി. ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ബീറ്റ ഓഫ് വൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. കാര്യം ബീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓട്ടോമോർഫിസത്തിൽ എലമെൻ്റ് ആണ്, അതായത് 1 ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ഇനി ഓൺ ടു ആണെന്ന് തെളിയിക്കണം. ഓൺ ടു എന്ന് തെളിയിക്കാനായിട്ട് നമുക്കറിയാം കോമ്പോസിഷൻ്റെ മാപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതുള്ളത്. ആദ്യം ഈ സൈഡിൽ വരച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള മാപ്പാണ് ബീറ്റ എന്ന് പറയുന്നത്. അത് ഓട്ടോമോർഫിസത്തിൽ എലമെൻ്റ് ആണ്, അതായത് 1 ഓൺ ടും സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ ആൽഫ എന്ന് പറയുന്നതും ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള മാപ്പാണ്, അതും ഓട്ടോമോർഫിസമാണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാപ്പാണ് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ആൽഫയും ബീറ്റയും 1 ആണ്, ഓൺ ടു ആണ്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നതാണല്ലോ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത് ബീറ്റ ജിയിൽ ജിയിലോട്ട്. ബീറ്റ ഓൺ ടു ആയതുകൊണ്ട് ബീറ്റയുടെ കോഡമയിൽ നിന്നും ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് ജിയിലുണ്ടായിരിക്കും. കാര്യം ബീറ്റ ഓൺ ടു ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാമല്ലോ ബൈ ഡെഫിനിഷൻ ഓഫ് ഓൺ ടു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലെറ്റ് വൈ ബിലോങ്സ് ടു ജി, ദെൻ ദെയർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഓൺ ടു ഇൻ ദ ഫംഗ്ഷൻ ബീറ്റ. അതേപോലെ ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷനിലും നമുക്ക് ഇതേ സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്യാം. കാര്യം ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഓൺ ടു ആണ്. ആൽഫ ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ആൽഫയുടെ കോഡമയിൽ നിന്നും ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് ദ ഡൊമൈനിലുണ്ടായിരിക്കും. ഓക്കെ, അത് ഇസഡ് എന്ന് പറയുന്നത് ജിയിൽ എലമെൻ്റ് ആയിരിക്കും. ദെൻ ദെയർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് വൈ എന്ന് പറയുന്നത് ഡൊമൈനിലുണ്ടായിരിക്കും. സച്ച് ദാറ്റ് ആൽഫ ഓഫ് വൈ ഈക്വൽ ടു ഇസഡ് ആയിരിക്കും ബൈ ഡെഫിനിഷൻ ഓഫ് ഓൺ ടു. ശരിയാണല്ലോ? ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് അറിഞ്ഞിരിക്കുക. നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് ആൽഫ കോമ്പോസിഷൻ ബീറ്റ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കണം? ഓൺ ടു ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഓൺ ടു എന്ന് തെളിയിക്കാൻ ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ മതി. കാര്യം ഇതെല്ലാം കോമ്പോസിഷനാണ്. ഓക്കെ, കറക്റ്റ് ഡയറക്റ്റ് ഡെഫിനിഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. കാര്യം ഈ ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇതാ നോക്കുക, ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാപ്പ്. ഓക്കെ, ആൽഫ കോമ്പോസിഷൻ ബീറ്റയിലെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ്, ഡൊമൈൻ ഇതാണ്. ഓക്കെ, അന്നേരം കോഡൊമൈനിൽ നിന്നും ഇസഡ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. ദെയർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് ഇൻ ഡൊമൈൻ.
ശരിയല്ലേ? എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ജിയിൽ എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് അങ്ങനെയെങ്കിൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും ബൈ ഡെഫിനിഷൻ ഓഫ് ഓൺ ടു. ഓക്കെ, അതായത് ഓൺ ടു ആണെന്ന് കിട്ടി. വേണമെങ്കിൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് ഇസഡ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു കോമ്പോസിഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ആൽഫ ഓഫ് ബീറ്റ ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. ബീറ്റ ഓഫ് എക്സ് എന്ന് വെച്ചാൽ വൈ ആണെന്ന് തൊട്ടും എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ബീറ്റ ഓൺ ടു ആണ്. ആൽഫ ഓഫ് വൈ ഈക്വൽ ടു എന്താണ്? ഇസഡ് ആണ്. കാര്യം ആൽഫയും ഓൺ ടു ആണ്. അതായത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? ഇസഡ് എന്ന് കിട്ടി. ട്രൂ ആണ്. അതായത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്താണ്? ഓൺ ടു ആണ്. ഇതെല്ലാം ഡെഫിനിഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും എക്സാമിന് എഴുതി കാണിക്കണമെന്നില്ല, ഞാനൊന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നത് മാത്രം. ഇനി നമുക്ക് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഐസോമോർഫിസം ആകണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനോടെ വേണം, ഓപ്പറേഷൻ പ്രിസർവിങ്, അതായത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഹോമോമോർഫിസം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഹോമോമോർഫിസം ആകണമെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ ഫൈ അല്ല, ആൽഫ കോമ്പോസിഷൻ ബീറ്റ ആണ്. അന്നേരം ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് വൈ എന്ന് തെളിയിച്ചാൽ മതിയാകും. വളരെ ഈസി ആയിട്ട് തെളിയിക്കാം. അതിന് ആദ്യം ലെഫ്റ്റ് സൈഡ് എഴുതുന്നു ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ബീറ്റ ഓഫ് എക്സ് വൈ എന്ന് എഴുതാമല്ലോ. ഡെഫിനിഷൻ അനുസരിച്ച് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ള ഡെഫിനിഷൻ. ഓക്കെ, ബീറ്റ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു ബീറ്റ ഓഫ് വൈ എന്ന് എഴുതാം. കാര്യം ബീറ്റ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസത്തിൽ എലമെൻ്റ് ആണ്. അതായത് ഐസോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഹോമോമോർഫിസം പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. അന്നേരം ബീറ്റ ഓഫ് എക്സ് വൈ ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു ബീറ്റ ഓഫ് വൈ എന്ന് എഴുതാം. ഇതിപ്പം കിട്ടിയിരിക്കുന്നത് ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ എന്നുള്ള ഫോമിലല്ലേ. ആൽഫ ഓഫ് എക്സ് വൈ ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ എന്ന് എഴുതാമല്ലോ. കാര്യം ആൽഫയും എന്തോ സാറ്റിസ്ഫൈ ചെയ്യും? ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ലേ? അന്നേരം എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് ബീറ്റ ഓഫ് വൈ എന്ന് എഴുതാം. ആൽഫ ഓഫ് ബീറ്റ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ അനുസരിച്ച് ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് എക്സ് എന്നല്ലേ. അതുപോലെ ആൽഫ ഓഫ് ബീറ്റ ഓഫ് വൈ എന്ന് വെച്ചാൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് വൈ. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദസ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജിയിലോട്ട് എന്താണെന്ന് കിട്ടി? ഐസോമോർഫിസം ആണെന്ന് കിട്ടി. ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഐസോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഓട്ടോമോർഫിസം ആയിരിക്കും. അന്നേരം ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ആണെന്ന് കിട്ടി. അതായത് ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്നത് ഓഡ് ജിയിൽ ബിലോങ് ചെയ്യുന്നു. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ക്ലോഷർ പ്രോപ്പർട്ടിയാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. അത് ആൽഫ എന്ന് പറയുന്നത് ഓഡ് ജിയിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, ബീറ്റ എന്ന് പറയുന്ന ഓഡ് ജിയിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു. അങ്ങനെയെങ്കിൽ അവയുടെ കോമ്പോസിഷൻ ഓഡ് ജിയിൽ ഉണ്ടായിരിക്കണമായിരുന്നു. അതിന് ഐസോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആൽഫ കോമ്പോസിഷൻ ബീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ ഐസോമോർഫിസം ആണെന്ന് കിട്ടി. അതുകൊണ്ടത് എവിടെ ബിലോങ് ചെയ്യുന്നു? ഓഡ് ജിയിലെ എലമെൻ്റ് ആണ്. ഹെൻസ് ക്ലോഷർ പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈഡ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി അസോസിയേറ്റീവ് ഒന്നും തെളിയിക്കാനില്ല. കാര്യം കോമ്പോസിഷൻ ആണ് ഫംഗ്ഷൻ എങ്കിൽ അസോസിയേറ്റീവ് ക്ലിയർ ആണ്. അത് പ്രത്യേകിച്ച് തെളിയിക്കാനൊന്നുമില്ല. ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ബിലോങ്സ് ടു ഓഡ് ജി. വി നോ ദാറ്റ് ഫംഗ്ഷൻ കോമ്പോസിഷൻ ഈസ് അസോസിയേറ്റീവ്. ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് എഴുതി വെക്കാം. ആൽഫ കോമ്പോസിഷൻ ബീറ്റ ഓഫ് ഗാമ ഈക്വൽ ടു ആൽഫ കോമ്പോസിഷൻ ഓഫ് ബീറ്റ കോമ്പോസിഷൻ ഗാമ. ദാറ്റ് ഇംപ്ലൈസ് ഓഡ് ജി ഈസ് അസോസിയേറ്റീവ് ഇൻ ജി. അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത ഐഡൻറ്റിറ്റി ആണ് തെളിയിക്കണം. ഐഡൻറ്റിറ്റി ആണ് തെളിയിക്കാനായിട്ട് ആദ്യം ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, ഐ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് അത് തന്നെയാണ്. അതാണല്ലോ ഐഡൻറ്റിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഐ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ആൻ ഐസോമോർഫിസം. അതൊരു ഐസോമോർഫിസമാണ്. അങ്ങനെയെങ്കിൽ ഐ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓട്ടോമോർഫിസത്തിൽ എലമെൻ്റ് ആയിരിക്കും. കാര്യം ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഒരു മാപ്പാണല്ലോ ഐ ജി എന്ന് പറയുന്നത്. ആ ഐ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐസോമോർഫിസം ആണെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഐസോമോർഫിസം ആണെന്ന് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടി വരും. അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതേപോലെ 1 ആണ് 1 ആണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണെന്നുള്ളതൊക്കെ എഴുതി കാണിക്കേണ്ടി വരും. അത്രയും വലിയൊരു ഡീറ്റെയിൽസിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അത് ഐസോമോർഫിസം സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് അത് എഴുതി കാണിക്കൊന്നും വേണ്ട എക്സാമിന്. ഇത് ഇങ്ങനൊരു മാപ്പ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഐ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ടുള്ളൊരു മാപ്പാണ്. അത് ജിയിൽ നിന്ന് ജിയിലോട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അത് ഐസോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഐസോമോർഫിസം ആയതുകൊണ്ട് അത് എവിടെ ബിലോങ് ചെയ്യും? ഓട്ടോമോർഫിസത്തിലുണ്ടായിരിക്കും. ഓക്കെ, ഐ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ആണ്. കാര്യം ഇമേജ് സെയിം ആണ്. എക്സിൻ്റെ ഇമേജ് എക്സ് തന്നെയാണ്. അതുകൊണ്ട് അത് ഐഡൻറ്റിറ്റി ആണ്. ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എവിടെ ബിലോങ് ചെയ്യുമെന്ന് കിട്ടി? ഓട്ടോമോർഫിസത്തിൽ ബിലോങ് ചെയ്യുമെന്ന് കിട്ടി. അതായത് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു.
ക്ലിയർ ആണല്ലോ. അതായത് ഐഡൻറ്റിറ്റിയുടെ കൂടെ IG എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ കൂടെ ഏത് ഓട്ടോമോർഫിസത്തിലെ എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ എലമെൻ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതാണല്ലോ ഐഡൻറ്റിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത് ആൽഫ കോമ്പോസിഷൻ IG ഈക്വൽ ടു IG കോമ്പോസിഷൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഫോർ എവറി ആൽഫ ബിലോങ്സ് ടു ഓട്ട് G. അതായത് IG എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ഓഫ് ജിയിലെ എന്താണെന്ന് കിട്ടി, ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ലെറ്റ് ആൽഫ ബിലോങ്സ് ടു ഓട്ട് G. ആൽഫ എന്ന് പറയുന്നത് ഓട്ട് G എലമെൻ്റ് ആണ്. ഓട്ട് G എലമെൻ്റ് ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഐസോമോർഫിസം ആയിരിക്കുമല്ലോ. ഓക്കെ, ഐസോമോർഫിസം ആണെങ്കിൽ 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ക്ലിയർ ആണല്ലോ. ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലോട്ട് ഒരു 1 ഓൺ 2 റിലേഷൻ ഉണ്ട് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നേരെ തിരിച്ച് ബിയിൽ നിന്നും എയിലോട്ട് എക്സിസ്റ്റ് ചെയ്യുകയും അത് 1 ഓൺ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഒന്നുകൂടെ പറയാം. ഒരു ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലോട്ട് ഒരു 1 ഓൺ 2 റിലേഷൻ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എഫ് അല്ലേ, അതിൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു ബിയിൽ നിന്നും എയിലോട്ട് ഒരു എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യുകയും അത് 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ തെളിയിക്കാനുള്ളത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് തെളിയിക്കാനുള്ളത്. അതിന് നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഓട്ടോമോർഫിസം ഓഫ് ജീന്ന് എടുത്തല്ലോ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആൽഫയ്ക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് ഓട്ടോമോർഫിസം ഓഫ് ജിയിൽ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐസോമോർഫിസം ആകണ്ടേ. ഓക്കെ, ഐസോമോർഫിസം ആയാലല്ലേ ഓട്ടോമോർഫിസം ആകത്തുള്ളൂ, ശരിയല്ലേ? ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഒരു ഐസോമോർഫിസം ആയെങ്കിൽ മാത്രമേ അത് ഓട്ടോമോർഫിസം ആകത്തുള്ളൂ. അതാണ് നമുക്കിവിടെ തെളിയിക്കാനുള്ളത്. ഓക്കെ, അത് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജിയിലോട്ട് എന്ത് സാറ്റിസ്ഫൈ എന്ന് തെളിയിക്കണം, 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിയിൽ നിന്നും ജിയിലോട്ടുള്ള ഒരു ഐസോമോർഫിസമായി. ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഒരു ഐസോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസം ആയിരിക്കും. ഇതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അന്നേരം ആൽഫ എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്തു. ആൽഫ 1 ആണ്, ഓൺ 2 ആണെന്ന് നമുക്കറിയാം. ആൽഫ 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ച്, ഓക്കെ, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ഫിഗർ വരച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള മാപ്പാണ് ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഈ മാപ്പിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, മസ്റ്റായിട്ടും എക്സിസ്റ്റ് ചെയ്യും. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കാര്യം ഇത് 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ ഇതും 1 ഓൺ 2 ആയിരിക്കും. ഓക്കെ, അന്നേരം ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്ന ജിയിൽ നിന്ന് ജിയിലോട്ട് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് 1 ആൻഡ് 2. അത് 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. നമുക്ക് തെളിയിക്കാനുള്ളത് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓട്ടോമോർഫിസം ഓഫ് ജിയിലെ എലമെൻ്റ് എന്നല്ലേ തെളിയിക്കാനുള്ളത്. ഓട്ടോമോർഫിസം ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം, ഹോമോമോർഫിസം ആയിരിക്കണം. ഇപ്പോൾ 1 ഓൺ 2 ആണെന്ന് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ, മാപ്പിൽ നിന്ന് ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ ഇനി എന്തും കൂടി തെളിയിച്ചാൽ മതി, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുകൂടി തെളിയിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഒരു ഐസോമോർഫിസമായി. ദാറ്റ് മീൻസ് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ഓഫ് ജിയിൽ എലമെൻ്റായി. ക്ലിയർ ആണല്ലോ. ഇതാണ് തെളിയിക്കാനുള്ളത്. അതിന് നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് ഓൺ 2 ആണെന്നറിയാം. ആൽഫ ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ ആൽഫയുടെ കോഡൊമൈനിൽ നിന്നും എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് എക്സ് എന്ന് പറയുന്നത് ജിയിലുണ്ടായിരിക്കും, ശരിയല്ലേ? സച്ച് ദാറ്റ് ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ വൈ ഡാഷ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനും ഒരു പ്രീ ഇമേജ് എവിടെ ഉണ്ടായിരിക്കും, ഡൊമൈനിലുണ്ടായിരിക്കും, വൈ എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ആൽഫ ഓഫ് വൈ ഈക്വൽ ടു വൈ ഡാഷ് ആയിരിക്കും ബൈ ഡെഫിനിഷൻ ഓഫ് ഓൺ 2. അതാണ് ഈ എഴുതിയിരിക്കുന്ന സാധനം, ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് ആൻഡ് ആൽഫ ഓഫ് വൈ ഈക്വൽ ടു വൈ ഡാഷ്. ശരിയാണല്ലോ. അതുപോലെ തന്നെ ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഓൺ 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, 1 ആണ്, ഓൺ 2 ആണ്. ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാപ്പല്ലേ. ഓക്കെ, ആൽഫ ഇൻവേഴ്സ് ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആൽഫ ഇൻവേഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാപ്പ്. അന്നേരം ആൽഫ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഇതും കോഡൊമൈൻ ഇതുമാണ്. ഓക്കെ, അന്നേരം ആൽഫ ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിൽ നിന്നും ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് അതിൻ്റെ ഡൊമൈനിലുണ്ടായിരിക്കും, എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും ബൈ ഡെഫിനേഷൻ ഓഫ് ഓൺ 2. അതേപോലെ വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കോഡൊമൈനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് പ്രീ ഇമേജ് അതിൻ്റെ ഡൊമൈനിലുണ്ടായിരിക്കും, വൈ ഡാഷ് എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ബൈ ഡെഫിനേഷൻ ഓഫ് ഓൺ 2 ആൽഫ ഓഫ് വൈ ഡാഷ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, വൈ എന്ന് എഴുതാം. അതാണ് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, അതായത് ആൽഫ ഇൻവേഴ്സ് ഓൺ ടു ആകുന്ന കണ്ടീഷൻ ഇത്, ആൽഫ ഓൺ ടു ആകുന്ന കണ്ടീഷൻ ഇത്. ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കണം, ഹോമോമോർഫിസം ആണെന്ന് തെളിയിക്കണം. അതിന് ആൽഫ ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്നും 2 എലമെൻറ്റ് എടുക്കുക. ആൽഫ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ മാപ്പ് എന്ന് പറയുന്നത്. അന്നേരം ആൽഫ ഇൻവേഴ്സിൻ്റെ ഡൊമൈനിലുള്ള എലമെൻറ്റ് ഇത് രണ്ടുമാണല്ലോ. ഓക്കെ, അന്നേരം ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ആൽഫ ഇൻവേഴ്സ് ഓഫ് വൈ ഡാഷ് എന്ന് തെളിയിക്കണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ ഇൻവേഴ്സ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആൽഫയുടെയും ആൽഫ ഇൻവേഴ്സിൻ്റെയും ഓൺ ടു സാറ്റിസ്ഫൈ ചെയ്ത 1-2 റിലേഷൻസ്, ഇക്വേഷൻസ് നമ്മളിപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ 2 സാധനം. ഓക്കെ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് അതവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് മറ്റൊരു കാര്യം കൂടി അറിയണം. അത് ആൽഫ എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആണെന്ന് അറിയാം, ശരിയല്ലേ? ആൽഫ ഓട്ടോമോർഫിസം ജിയിൽ എലമെൻ്റ് അല്ലേ. ആൽഫ ഹോമോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ ആൽഫ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഈ ഹോമോമോർഫിസത്തിൻ്റെ കണ്ടീഷനിൽ നിന്നാണ് ആൽഫ ഇൻവേഴ്സിൻ്റെ ഹോമോമോർഫിസത്തിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, ആൽഫ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ എന്നാണ്. അങ്ങനെയെങ്കിൽ ആൽഫ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചിട്ടുണ്ട് എക്സ് ഡാഷ് ആണ്. ആൽഫ ഓഫ് വൈ എന്ന് വെച്ചാൽ വൈ ഡാഷ് ആണ്. അന്നേരം അതിന് പകരം എക്സ് ഡാഷ് എന്നും വൈ ഡാഷ് എന്നും കൊടുക്കാമല്ല. ഇപ്പോൾ ആൽഫ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് കിട്ടി. ഇനി 2 സൈഡിലും ആൽഫ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. 2 സൈഡിലും ആൽഫ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് വരും, ശരിയല്ലേ? ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ് വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ്. ഇപ്പം ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് വൈ എന്നല്ലേ കിട്ടിയത്. ഓക്കെ, ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ലെഫ്റ്റിൽ എഴുതി, ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 2 ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ആണ്. അതുപോലെ വൈ എന്ന് പറയുന്നത് ആൽഫ ഇൻവേഴ്സ് ഓഫ് വൈ ഡാഷ് ആണ്. അതായത് ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ആൽഫ ഇൻവേഴ്സ് ഓഫ് വൈ ഡാഷ് എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. അതായത് ആൽഫ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് 1 കൊണ്ടാണ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അതായത് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജിയിലോട്ട് ഐസോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ജിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഐസോമോർഫിസം എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോമോർഫിസമാണ്. അന്നേരം ഓട്ടോമോർഫിസം സാറ്റിസ്ഫൈ ചെയ്തു. ഓട്ടോമോർഫിസം സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓട്ട് ജിയിൽ എലമെൻ്റ് ആണെന്ന് കിട്ടി. അതായത് ഏതൊരു ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഓട്ട് ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഇൻവേഴ്സ്, ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് ആ ഓട്ട് ജിയിൽ ഉണ്ടായിരിക്കും. അന്നേരം ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും എന്ന് കിട്ടി, അതാണ് അതിനർത്ഥം. ഓക്കെ, അതായത് ആൽഫ ഇൻവേഴ്സ് കോമ്പോസിഷൻ ആൽഫ ഈക്വൽ ടു ഐ ജി ആയിരിക്കും, കാര്യം ഐഡൻറ്റിറ്റി ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് കോമ്പോസിഷൻ ആൽഫ ആയിരിക്കും, കാര്യം ആൽഫയുടെ ഇൻവേഴ്സ് ആണ് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തു. അതായത് ഓട്ട് ജി എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അത് ഫംഗ്ഷൻ കോമ്പോസിഷനിൽ എന്തോ ആണ്, ഗ്രൂപ്പാണ്. ഇതാണ് നമ്മളുടെ തിയറം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലാക്കി ഡെഫിനിഷൻസുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ, സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ, വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.